ബീഹാറിൽ കലങ്ങി തെളിയാൻ പോവുകയാണ്. ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ അലയൊലികളും അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് അവരുടെ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ട ഘട്ടമാണ്. 2 ഘട്ടങ്ങളിലായിട്ട് നടക്കേണ്ട തെരഞ്ഞെടുപ്പിൽ ഒന്ന് 6-ാം തീയതി നടക്കാൻ പോകുന്ന നവംബറിൽ, മറ്റൊന്ന് 11-ാം തീയതിയാണ്. ഇതുവരെയും ഈ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ അവരുടെ, അതായത് ഇപ്പോൾ NDA ഒക്കെ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അവരുടെ വലിയ പ്രചാരണം നടത്തി കഴിഞ്ഞു. JDU അവരുടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. പക്ഷേ അവിടെ മഹാഗഠബന്ധനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ നിന്ന് വരുന്നില്ല. പകരം കേൾക്കുന്നത് RJDയിൽ നിന്ന് തന്നെ പല നേതാക്കന്മാരും ചാടിപ്പോകുന്നു. കോൺഗ്രസ്സിലുള്ളവർ തന്നെ അതിൽ നിന്ന് ചാടി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തപ്പെടുന്നു. രാഹുൽ ഗാന്ധിക്കൊന്നും ഒരു റോളും ഇല്ല അവിടെ. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ മഹാഗഠബന്ധൻ പൊട്ടി തകർന്ന് പാളിസാവും. എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതൊരിക്കലും ഉണ്ടായില്ല. അവിടെ ഈ തെരഞ്ഞെടുപ്പ് RJDയുടെ നേതൃത്വത്തിൽ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്യും 14-ാം തീയതി ജയിച്ച് വരും. എന്നുവെച്ചാൽ ഇപ്പോൾ പലരും വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ അധികാരം കിട്ടാത്തവർ പലരും അപ്പോഴപ്പോൾ ടിക്കറ്റ് കിട്ടാത്തവർ പോയി. ഇവരാരും ഇതിനകത്ത് ഒന്നുമല്ല. എന്നിട്ട് ഇതൊക്കെ വെറും പ്രാദേശിക പാർട്ടി. RJD എന്ന് കഴിഞ്ഞാൽ പ്രാദേശിക, അവിടെ ലല്ലുവിൻ്റെ കുടുംബത്തിലുള്ളവരുടെ മെയിനായിട്ടുള്ള താല്പര്യം വരും. ബാക്കിയുള്ളവരൊക്കെ ഇതിനകത്ത് ഒരു കറിവേപ്പില ഓരോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓരോ പോസ്റ്റിൽ നിൽക്കുന്നവരെ അവന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടതെന്ന് ഇവർ തീരുമാനിക്കും. കൊടുത്തില്ലെങ്കിൽ ഇവൻ പിറ്റേ വർഷം ഇവനൊന്നും ഒരു ഇതുമില്ല. ഇവൻ BJP ചെല്ലാനോ NDA ചെല്ലാനൊന്നും ഒരു ചാൻസും ഇല്ല. പിന്നെ ഇതിങ്ങനെ വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും ഇന്ന് കാണണമെന്ന്, നേരം വെളുത്ത് കാണണമെന്ന് ചിലപ്പോൾ വൈകുന്നേരം വേറെ പാർട്ടിയിലായി ബഹുഭൂരിപക്ഷം പേര്. NDA അവരുടെ നില ശക്തമാക്കിയിട്ടില്ല. അവരവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നേരത്തെ പൂർത്തിയാക്കി കൃത്യമായിട്ട് NDAയുടെ അകത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജനതാദളിനകത്ത് നിതീഷ് കുമാറിനകത്ത് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ അകത്തും പ്രശ്നമുണ്ടായിരുന്നു. അവരുടെ ചെറിയ പാർട്ടികളിൽ പ്രശ്നമൊക്കെ ഉണ്ടാകും. അവർക്ക് ഒതുക്കിയത്. പക്ഷേ ഇതിനകത്ത് കോൺഗ്രസിനകത്തും ഇപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത 150ഓളം സീറ്റിൽ RJD ഡയറക്റ്റ് മത്സരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ അവർ കാണുന്നത് എങ്ങനെയെങ്കിലും 150 സീറ്റ് മത്സരിച്ചാൽ 100 സീറ്റിനടുപ്പിച്ച് ഗവൺമെൻറ് MLA അവർ ജയിച്ചാൽ അവർക്കൊരു സുസ്ഥിരം നല്ല കുറച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. അല്ലാതെ ഈ മഹാഗഠബന്ധനകത്ത് കോൺഗ്രസിനകത്ത് സീറ്റ് കുറച്ച് കോൺഗ്രസിന്റെ സീറ്റ് കൊടുത്ത് അവർക്ക് ആ സീറ്റ് അല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോൺഗ്രസിന് 70 സീറ്റ് കൊടുത്ത നേരത്ത് RJD അത്രയും സീറ്റ് മത്സരിച്ചിരുന്ന കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസ് കുറച്ചിട്ട്. അപ്പോൾ കോൺഗ്രസ് അവിടെ തകർന്ന തരിപ്പണമായി. കോൺഗ്രസ് അവിടെ ഒന്നുമില്ല. അവിടെ ഒന്നും പിക്ചറിലില്ല. വളരെ 5-ാം സ്ഥാനം 6-ാം സ്ഥാനത്തൊക്കെ. അല്ല, ഈ RJD എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയ ജനതാദൾ എന്ന് പറയപ്പെടുന്ന ഒറ്റ മുന്നണി അല്ലെങ്കിൽ ഒറ്റ പാർട്ടി എന്ന് പറയപ്പെടുന്നത്, ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവിൻ്റെ കുടുംബം, ഈ ഒരു കുടുംബാധിപത്യമാണ് എപ്പോഴും ഈ മഹാഗഠബന്ധൻ സഖ്യത്തിൻ്റെ മഹാഗഠബന്ധൻ എപ്പോഴും അങ്ങനെയാണ്. കുടുംബാധിപത്യമുള്ള പാർട്ടികളുടെ ഒരു കൂടാരമാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ശരി കുടുംബാധിപത്യമുള്ള, ലല്ലു പ്രസാദിൻ്റെ ആണെങ്കിലും കുടുംബാധിപത്യമാണ്. ഇതിൽ നിന്ന് മാറിയ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല. അതാണല്ലോ ഇത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഈ കോൺഗ്രസ് നമ്മൾ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. കോൺഗ്രസിന്റെ അതുപോലെയുള്ളവരെല്ലാം ആ ഭാഗത്തേക്ക് അടുത്ത് വരുള്ളൂ. ശരത് പവാർ ആണെങ്കിലും ലല്ലു ആണെങ്കിലും സ്റ്റാലിനാണെങ്കിലും ഇതെല്ലാം ഈ നമ്മൾ നേരത്തെ കണ്ടുവച്ചതിൻ്റെ പിന്നിൽ പോണവരല്ലേ. പിന്നെ ഇപ്പം എല്ലായിടത്തും കുടുംബാധിപത്യമൊക്കെ ഉണ്ടല്ലേ. BJPയുടെ അകത്തില്ലേ. BJP ഇതിനെതിരായിട്ടൊക്കെ പറഞ്ഞു. BJPയുടെ അകത്ത് എത്രയോ മന്ത്രിമാരുടെ മക്കൾ ഇപ്പം തന്നെ ചാപ്രയിൽ അവർ അശ്വിനി കുമാറിൻ്റെ മകൻ മത്സരിക്കാൻ പോയിട്ട് വേറെ റിബലാകാൻ പോയി. പിന്നെ അവസാനം അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തി ഇട്ടാണ് തിരിച്ചു മകൻ പിന്മാറിയത് BJPയുടെ. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ഈ പറയുന്ന പോലെ എത്രയൊക്കെ BJPക്കകത്ത് അത്രയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോലും അന്ധചിത്രത്തിലേക്ക് പോകുന്നില്ല. അവര് സ്ട്രോങ് ആയിട്ട് തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കുക. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡൊന്നും അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അതാണ് അതിന്റെ പാളിച്ചയാണ്. ഈ ഒരു പാർട്ടി എന്ന് വെച്ചാൽ ഒരു മുന്നണി സംവിധാനത്തിൽ ഇതില്ല. അല്ലെങ്കിൽ ഒരു പാർട്ടി കൊണ്ടുപോകണമെങ്കിൽ കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകണം. അതിന്റെ നേതൃത്വത്തിൽ നിൽക്കണവനെ പേടിക്കണം. ഇപ്പം ഇന്ദിരാഗാന്ധിനെ എല്ലാവർക്കും ഹൈക്കമാൻഡ് പേടിയാണ്. നാളെ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അധികാരം കിട്ടിയത്. രാജീവ് ഗാന്ധി ഇരുന്നപ്പോഴും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നാളെ പിന്നെ കേന്ദ്രമന്ത്രി പദത്തിലേക്കോ അല്ലെങ്കിൽ പുള്ളിയുടെ മോൻ കാണിക്കാൻ രക്ഷ കിട്ടിയത്. അപ്പം അത് മനസ്സിലാക്കി എല്ലാവരും അതിൻ്റേതായ ഉത്തരവാദിത്വം നിൽക്കുമായിരുന്നു. ഇതൊന്നുമില്ലല്ലോ. അത് ഇപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് നാളെ അവരാരാ എന്താ എന്നുള്ള ഇതില്ലല്ലേ. അല്ല, ഇത് മാത്രം മതിയോ ഈ കോൺഗ്രസിന് ഇങ്ങനെ? ഇപ്പോൾ നമ്മൾ വേറൊരു ചർച്ചയിൽ പറഞ്ഞല്ലോ, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന സംഘടനാ കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുത്തനെ വെറുതെ ഒരു മരവാകയാണല്ലോ ഈ ജനറൽ സെക്രട്ടറി. ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് നന്നാകണമെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്വം മുകളിൽ ഇരിക്കണവർ ആദ്യം തീരുമാനിക്കണം. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ഈ കോൺഗ്രസ് ഈ നെഹ്റു കുടുംബത്തിൻ്റെ അവരുടെ കൈകളിലാണ് ഇത് കാര്യങ്ങൾ പോകണം. അവരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. മല്ലികാർജ്ജുന ഖർഗെ
ഒരു പ്രസിഡന്റ് ഉണ്ടായത് വർഷങ്ങൾക്ക് ശേഷം പുറത്തുനിന്നൊരു പ്രസിഡന്റ് ഉണ്ടായെങ്കിൽ കൂടി തീരുമാനങ്ങളെല്ലാം അവരുടെ വീട്ടിൽ നിന്നാണ്. നമ്മൾ ഭംഗിവാക്ക് എല്ലാവരും പറയും ഞങ്ങൾ ജനാധിപത്യ രീതിയിലാണെന്നൊക്കെ പറയും, പക്ഷേ തീരുമാനം എല്ലാം അപ്പുറത്തുനിന്നാണ്. അപ്പം അവർ തീരുമാനിക്കേണ്ടി ഇത് നന്നാക്കി കൊണ്ടുപോകണമെങ്കിൽ അവർ തീരുമാനിച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് ഇന്ദിരാഗാന്ധി ടൈമും രാജീവ് ഗാന്ധി ടൈമൊക്കെ നമ്മളൊക്കെ അവിടെ നടന്നിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെ അന്നൊക്കെ ചടുലമായിട്ട് എപ്പോഴപ്പോൾ പ്രതികരിക്കാനും രാജീവ് ഗാന്ധിക്ക് സാധിക്കും. രാജീവ് ഗാന്ധി ഇല്ലെങ്കിൽ അഹമ്മദ് പട്ടേലുണ്ട്, ഓസ്കർ ജി ഉണ്ട്, അങ്ങനെ ഒരുപറ്റ ആളുകൾ അതിന് വേണ്ടി ഉണ്ടായിരുന്നു. തീരുമാനങ്ങൾ അതില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മല്ലികാർജ്ജുന ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഇപ്പൊ നമുക്കറിയാം രാഹുൽ ഗാന്ധി നിങ്ങൾ പറഞ്ഞ പോലെ കുടുംബാധിപത്യം ഉള്ള പാർട്ടിയാണിത്. പക്ഷെ ആ കുടുംബത്തിൽ നിന്നാണല്ലോ ഈ കമാൻഡുകൾ വരേണ്ടത്. ഈ കമാൻഡ് ഒന്നും വരുന്നില്ല. പകരം അതിനകത്ത് തന്നെ തമ്മിൽ തല്ലാണ് ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി. അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പൊ AICC പ്രസിഡന്റ് എടുക്കുക ഒരു ഫയൽ പോയി. AICC പ്രസിഡന്റ് ആ ഫയൽ നേരെ KC വേണുഗോപാൽ മുഖാന്തരം അല്ലെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധിക്ക് വിട്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വിട്ട്, രാഹുൽ ഗാന്ധി അത് സോണിയാഗാന്ധിക്ക് വിട്ട്, ഇത് ദിവസങ്ങൾ നടക്കണ ഒരു ഇതായി. പണ്ട് അങ്ങനെയല്ല, ഒരാൾക്കൊരു തീരുമാനം എടുക്കാം കുടുംബാധിപത്യം ആണെങ്കിൽ തന്നെ. നേരെ BJPയുടെ അകത്ത് ഇപ്പം ഒത്തിരി പ്രസിഡന്റുമാരുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് അമിത്ഷാ എന്ന് പറഞ്ഞൊരു വലിയൊരു പില്ലർ നിൽപ്പുണ്ട്. ആ പില്ലറിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അയാളെയാണ് പേടി. ഇപ്പോഴും ദില്ലിയിൽ പോയി പല നേതാക്കളും അമിത്ഷായെ കാണുന്നത് മാത്രമേ പറയുള്ളൂ. അഖിലേന്ത്യാ പ്രസിഡന്റ് ആരും കണ്ടായില്ലെന്ന് പോലും ആരും തിരക്കുന്നില്ല, കാണുന്നില്ല പലരും. അതെന്ന് വെച്ചാൽ അത്രയും അമിത്ഷാ എന്ന് പറഞ്ഞൊരു വലിയ പില്ലറുണ്ട്. നേരത്തെ അഹമ്മദ് പട്ടേൽ കോൺഗ്രസിനകത്ത്, അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് GK വാസനൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് പോയി അവിടെ കിടന്നിട്ട് രാവിലെ പുലർച്ചെ 4 മണിക്ക് 5 മണിക്ക് ഒന്ന് പുള്ളിനെ കണ്ടിട്ട് തിരിച്ച് മോർണിംഗ് ഫ്ലൈറ്റ് തിരിച്ചു പോന്നിട്ടുണ്ട്. ഈ ദേശ്മുഖ് CM ആയിരുന്നപ്പോൾ ദേശ്മുഖ് പലപ്പോഴും വന്ന സോണിയാഗാന്ധിയായിട്ട് അർജന്റ് കാര്യങ്ങൾ മാത്രമേ മീറ്റ് ചെയ്യാറുള്ളൂ. ബാക്കി അഹമ്മദ് പട്ടേലെ കണ്ട് ദൈനംദിന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോരുക. അന്ന് അവിടെ തീരുമാനം എടുക്കാനും അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ വലിയ ശക്തിയുണ്ട്. ഇന്ന് BJPക്ക് അതുകൊണ്ട് BJPക്ക് അത് അമിത്ഷായാണ്. ഇവിടെ അഹമ്മദ് പട്ടേലിനെ പോലെ ഒരാളുടെ, അല്ലെങ്കിൽ അഹമ്മദ് പട്ടേൽ, ഓസ്കർ ജി, ഗുലാം നബി, കമൽനാഥ്, അങ്ങനെ ഒരുപറ്റ ആളുകളുടെ അഭാവം ഇന്ന് കോൺഗ്രസിന് ഹൈക്കമാൻഡിനുണ്ട്. അതിൻ്റെ വീഴ്ചകളാണ് കോൺഗ്രസിൽ അലയടിച്ചിട്ടിരിക്കുന്ന ആ മോള് തൊട്ട് താഴ്ത്തൂര്. അപ്പോൾ ഇവിടെ ഈ ബീഹാറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ബീഹാറിൽ BJP വിജയിക്കും എന്നുള്ളതാണ് അമിത്ഷാ. താങ്കൾ പറഞ്ഞാൽ അമിത്ഷാ എന്ന് പറയപ്പെടുന്ന ഒരു നേതാവ് പറയാണ് ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ അതിനുള്ള എല്ലാ കളവും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അവിടെയാണ് താങ്കൾ ഈ പറയുന്ന RJD അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ജാതി രാഷ്ട്രീയമാണ് ബീഹാറിൽ നടക്കുന്നത്. പിന്നെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്ര തന്ത്രജ്ഞനം ഞാൻ പറയല്ല, ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി അവിടെ ഗാന്ധിജിനെ പോലെ നടന്ന് പദയാത്ര നടത്തി. അദ്ദേഹം കുറേ BJPയുടെ കയ്യിൽ നിന്ന്, BJP ആണ് പുള്ളിനെ പണ്ട് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയതും BJP തന്നെ. ഈ പല സ്റ്റേറ്റുകളിലും BJPക്ക് വേണ്ടിയിട്ട് പുള്ളി വർക്ക് നടത്തി. അപ്പോൾ പുള്ളി അവിടെ ഈ സവർണ മേധാവികളുടെ വോട്ട് കുറേ അധികം പിടിക്കും. അപ്പോൾ അവിടെ പുള്ളിക്ക് ആജന്മ ശത്രുവായിട്ട് നിൽക്കുന്ന നിതീഷ് കുമാറിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ നിയമസഭയിൽ നിന്ന് 40-41 അംഗങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ചവിട്ടി എങ്ങനെയെങ്കിലും 20 ആക്കിയാൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി തരിപ്പണമാക്കിയിട്ട് BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരണം. അന്ന് ഈ പറഞ്ഞ പ്രശാന്ത് കിഷോർ BJPയുടെ കൂടെ പോകും. അതിനുവേണ്ടി പ്രശാന്ത് കിഷോറിനെ കൊണ്ട് നിതീഷ് കുമാറിനെതിരായിട്ട് ദൈനംദിനം BJPയാണ് ഈ വൃത്തികേട് മുഴുവൻ ജയിച്ചിട്ടത്. അവർക്കറിയാം. അപ്പോൾ ആ വോട്ടുകൾ നിതീഷ് കുമാർ എവിടെ മൈനസ് വരുന്ന വോട്ടുകൾ മുഴുവൻ RJDയിലേക്ക് പോകും. ഈ കുറുബി സമുദായത്തിൻ്റെയൊക്കെ വോട്ടുകൾ കുറി RJDക്ക് പോകും. എന്നുവെച്ചാൽ BJPയുടെ ഭരണം വരാതിരിക്കണമെന്ന് അവിടെ താഴെക്കടയിലുള്ള പാവപ്പെട്ട ഈ യാദവാസിനും കുറുബി അങ്ങനെയുള്ള OBCകൾക്ക് താല്പര്യമുണ്ട്. എന്നുവെച്ചാൽ ബീഹാറിലെ ഈ സവർണ്ണ മേധാവിത്വത്തിൽ അവർ അംഗീകരിക്കുക. അതിലെ BJP ഇന്നുവരെയും അവിടെ പച്ചതപ്പാതെ നിൽക്കുന്നതല്ലേ. ഈ OBC വിഭാഗത്തിൽ പെടുന്നതാണല്ലോ നിതീഷ് കുമാറുണ്ട്. പക്ഷേ നിതീഷ് കുമാർ BJPയുടെ കൂടെ നിൽക്കുന്നത് അവിടെ ഉള്ളവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ നിതീഷ് കുമാർ തനതായിട്ട് സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് ലല്ലുവിൻ്റെ കൂട്ടത്തിലൊക്കെ നിന്നപ്പോൾ നിതീഷ് കുമാർ എവിടെ നിന്നാണ് 70-80 സീറ്റ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 40 BJPയുടെ കൂടെ പോയാണ് 40. ഈ ഒറീസയിലെ ഗവൺമെൻറ് അവസാനം നിതീഷ് കുമാറിനെ അവർ ചവിട്ടി പുറത്തു കളഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനാണ് അവരുടെ കണക്കുകൂട്ടൽ. അപ്പോൾ അല്ല, BJPയുടെ ഒരു കണക്കുകൂട്ടൽ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതായത് അവർ അധികാരത്തിലേക്ക് അവർ ചിലപ്പോൾ ഇക്കുറി അധികാരത്തിൽ വരികയെന്നറിയാം. പക്ഷേ അമിത്ഷായും മറ്റും പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയും. പക്ഷേ അവർക്ക് അറിയാം ഈ ഗവൺമെൻറ് വേണേൽ അധികാരത്തിൽ വന്നാൽ കൂടി ഇപ്പം നിതീഷ് കുമാറിനെ ഒഴിവാക്കണമെങ്കിൽ തേജസ്വി യാദവ് അധികാരത്തിൽ വരണം. ഇത് അമിത്ഷായെ പോലുള്ള ബുദ്ധിമാന്മാർക്കറിയാം. അപ്പോൾ തേജസ്വി വന്ന് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മോഡൽ അവിടെ ആവിഷ്കരിക്കും. വേണേ സാധു യാദവിനെ പിടിച്ച ഈ ലല്ലുവിൻ്റെ വീട്ടിലെ അത് പ്രശ്നങ്ങൾ കൊണ്ട് മുതലെടുക്കാം. വേണേൽ BJP RJD പിളർത്തിക്കൊണ്ട് വേണേൽ ഗവൺമെൻറ് അവർക്ക് ഫോം ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാം. എന്നുവെച്ചാൽ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ മഹാരാഷ്ട്ര കണ്ടത്. ഒരാഴ്ച
ശരത് പവാറിന്റെ വീട്ടിൽ കിടന്നുറങ്ങിയ അനന്തരവൻ അപ്പുറത്ത് പോയി ഉപമുഖ്യമന്ത്രിയായി. അതായത് ഈ RJD അധികാരത്തിൽ കൊണ്ടുവരാൻ വേണമെങ്കിൽ BJP ശ്രമിക്കും. BJP എന്ന് വെച്ചാൽ നിതീഷ് കുമാറിനെ ചവിട്ടി പുറത്തു കളഞ്ഞ് അവർ ചെയ്ത് ആ പാവം ചെയ്യേണ്ട. തനിയെ ജനം വെറുക്കപ്പെട്ട് നിതീഷ് കുമാർ പോയെന്ന് വരുത്തി കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ ബീഹാർ രാഷ്ട്രീയത്തിൽ പാടെ അവോയ്ഡ് ചെയ്തല്ല ആ വോട്ട് ബാങ്ക് തിരിച്ചവർക്ക് BJPക്ക് നേരിട്ട് നിതീഷ് കുമാറിന് ലല്ലു യാദവിന്റെ മകനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിതീഷ് കുമാറിന് മറവിലെ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് RJDയെ അധികാരത്തിൽ കൊണ്ടുവരിക, അതാണ് താങ്കളും പറയുന്നത്. RJD അധികാരത്തിലേക്ക് എത്തുമെന്ന്. RJD അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ പാർട്ടിനെ പിളർത്താൻ അവരുടെ ഇന്നത്തുള്ള മാജിക്കിലും തന്ത്രങ്ങളിലും അവർക്ക് അതിനുള്ള കരുത്തുണ്ട്. ആർക്ക്? BJP അങ്ങനെ ചെയ്യുകയും നമ്മുടെ കൺമുമ്പിൽ കണ്ടതല്ലേ. ബീഹാറിൽ ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് പിന്നെ ഉണ്ടാവും, ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യത BJP ഇരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. ഈ പറയുന്ന പോലെ നമ്മുടെ കൺമുമ്പിൽ മഹാരാഷ്ട്രയിൽ എത്രയും നല്ല ഈ താക്കറെ ഗവൺമെന്റ് ഒരു സുപ്രഭാതത്തിൽ 2 പാർട്ടീനെ ശിവസേനയെയും പുലർത്തി, ശിവസേന എന്ന് വെച്ചാൽ ഇവിടുത്തെ CPM-നേക്കാൾ സ്ട്രോങ് പാർട്ടിയായിരുന്നു, ആ പാർട്ടീനെ പുലർത്തി തരിപ്പണമാക്കി കൊടുത്തു. നിധി സ്വന്തം അമ്മാവനെ വഞ്ചിച്ചിട്ട് പോയില്ലേ NCP പുലർത്തി. തീർച്ചയായിട്ടും. അല്ല, പാർട്ടികളെ ഇങ്ങനെ പുലർത്തിയെടുക്കുവാൻ BJPക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അത് ഇവിടെയും ബീഹാറിൽ അവർ ആവിഷ്കാരം. അപ്പൊ അവർക്ക് എന്നു വെച്ചാൽ ഒരു പടിക്ക് 2 പക്ഷിയാണ്. നിതീഷ് കുമാർ എന്ന് പറയുന്ന ഈ സാധനം പോയി കിട്ടി, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇവന് നല്ല പോസ്റ്റ് കൊടുക്കണം. ഇപ്പം ഇനി ഇവിടെ എന്തെങ്കിലും നഷ്ടം വന്നാൽ തന്നെ ഇവന് അവിടെ വൈസ് പ്രസിഡന്റ് പോസ്റ്റ് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള വലിയ പോസ്റ്റ് കൊടുക്കാതെ ഇവനെ ഇതിനകത്ത് പാടെ അങ്ങോട്ട് കളയുക. ഈ ലല്ലു യാദവിന്റെ മകൻ 1 വർഷം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല. മതിയായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേണമെങ്കിൽ ബീഹാർ മഹാരാഷ്ട്ര മോഡൽ ഇവിടെ ആവിഷ്കരിക്കാം. ഒരു വർഷത്തിനകത്ത് RJD RJD രണ്ടായി പുലർത്തിക്കൊണ്ട് ഒരു അധികാരത്തിലേക്ക് BJPക്ക് വരാൻ കഴിയും. 80ഓളം സീറ്റ് BJP പിടിച്ചിട്ടുണ്ട്. ഒരു 1-2 അംഗങ്ങളുടെ പുറയിലല്ലേ RJD ആയിട്ട്. അതെ, 77 സീറ്റ് അങ്ങനെയുള്ള RJDക്ക് 3 സീറ്റ് കൂടുതലാണ് BJPക്ക് അന്നുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 10-90-95 സീറ്റ് പ്രാവശ്യം പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ 105 പറ്റില്ല. അവരാകെ 101 അല്ലേ മറ്റേ മനസ്സിലാക്കി. 101 അപ്പൊ 101 പറ്റിയ ഒരു 80 സീറ്റൊക്കെ അവരുടെ മനസ്സിൽ കാണും. മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ RJDനെ ഒരു 6 മാസം അല്ലെ 1 വർഷം കഴിഞ്ഞ പ്രവൃത്തി ഒരു 10-40 വരെ കിട്ടിയാൽ ചിരാഗ് വാസവനൊക്കെ കൂടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴും BJPക്ക് തനതായിട്ട് ആരെ പേടിക്കാൻ ഭരിക്കാൻ പറ്റും. അതെ, നിതീഷ് കുമാർ ഇല്ലാതെ അവർക്ക് ഭരിക്കും. നിതീഷ് കുമാറിനെ പേടിക്കാതെ നിതീഷ് കുമാറിന്റെ ഈ രാഷ്ട്രീയം തീർക്കാം. ഇതോടുകൂടി നിതീഷ് കുമാർ തീർന്നു. അതാണ് ഈ അമിത്ഷാ എന്ന് പറഞ്ഞ ചാണക്യന്റെ തന്ത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.